പക്ഷേ ശേഖർ കുര്യാക്കോസ്, ഇതിപ്പോ കേരളം നൽകിയിരിക്കുന്ന മെമ്മോറാണ്ടം സംബന്ധിച്ച് വലിയ വിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. അത് എസ്റ്റിമേറ്റ് ആണോ ആക്ച്വൽ ആണോ എന്നുള്ള തർക്കത്തിന് അപ്പുറത്ത്, ഇനി എസ്റ്റിമേറ്റ് ആണെങ്കിലും എങ്ങനെയാണ് ഇതുപോലെയുള്ള ചെലവുകൾ ഇത്ര അധികമായി കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ വിഷയമാണല്ലോ. അതായത് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ബൈ റോഡ് 4 കോടി രൂപ, ഫുഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് 10 കോടി രൂപ, അക്കോമഡേഷൻ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽ 15 കോടി രൂപ, വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ 12 കോടി രൂപ. ഇത്ര വലിയ തുക എന്തുകൊണ്ടാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒന്നാമതായി ഇത് മെമ്മോറാണ്ടമാണ് എന്ന് പറഞ്ഞതും ഇത് നിവേദനമാണ് എന്ന് പറഞ്ഞതിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഈ ചോദ്യം എന്നോട് ചോദിക്കാൻ തോന്നിയതിലും നന്ദി രേഖപ്പെടുത്തുന്നു. അവിടെ നമ്മൾക്ക് ആരംഭിക്കാം. ഒന്ന്, മെമ്മോറാണ്ടം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? എന്തിനാണ് ഇമീഡിയറ്റ് റിലീഫ് അസിസ്റ്റൻസിന്റെ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത്? എന്താണ് അതിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കലിന് ശേഷമാണ് ഈ ചർച്ച ആരംഭിക്കേണ്ടത്. ആ മനസ്സിലാക്കലുകൾ ഇല്ലാതെയുള്ള ചർച്ച ഇന്ന് രാവിലെ ആരംഭിച്ചതിലാണ് പിഴച്ചുപോയത്. ആദ്യത്തെ ചർച്ച വന്നത് കോടതിയിൽ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, ചെലവിന്റെ കണക്കുകൾ കൊടുത്തു. തെറ്റിദ്ധാരണാജനകമാണ്. കോടതി ഉത്തരവിലോ കോടതിക്ക് കൊടുത്ത ഒരു രേഖയിലോ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത ഒരു രേഖയിലോ ഇത് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിട്ടില്ല. മെമ്മോറാണ്ടം വർഷങ്ങളായി കൊടുക്കുന്ന അതേ പ്രൊസീജിയറിലാണ് ഇപ്പോഴും മെമ്മോറാണ്ടം കൊടുത്തിട്ടുള്ളത്. ആ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ഒളിച്ചു വെക്കാനുള്ളതല്ല, പബ്ലിക് ഡൊമൈനിൽ വരുന്നതുമാണ്. ഞങ്ങളുടെ എല്ലാ മെമ്മോറാണ്ടങ്ങളും 12 മുതലുള്ളത് ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. അല്ല, ഞാൻ നേരത്തെ വായിച്ച ഹെഡുകളിലൊക്കെ ബ്രാക്കറ്റിൽ വെയിറ്റ് ചെയ്യൂ. ഞാൻ സംസാരിച്ചു തീർന്നില്ലല്ലോ. താങ്കൾ മറ്റു തർക്കങ്ങളൊക്കെ പിന്നീട് നടത്തിക്കൊള്ളൂ. ഫാക്ച്വലായ ഒരു പ്രൊഫഷണലിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ പ്രൊഫഷണലായി കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. പറയാനും താല്പര്യമില്ല. അപ്പോ ഒന്നാമത്തെ പോയിന്റ്, ഈ വസ്തുതകൾ മനസ്സിലാക്കാതെയുള്ള ചർച്ചകളാണ് രാവിലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മെമ്മോറാണ്ടം കൊടുക്കുന്നതിന് മുൻപ് 9-ാം തീയതി 10-ാം തീയതി പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ട് തലേ ദിവസം കേന്ദ്രത്തിന്റെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്നുള്ള സംഘം ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ മുന്നിൽ കാര്യങ്ങൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഏതൊക്കെ ഹെഡുകളിലാണ് നമ്മൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ ഹെഡുകളിലാണ് നമ്മൾക്ക് പരിമിതികൾ ഉള്ളത്, ഇവ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു ജൈവികമായ പ്രക്രിയയാണ് മെമ്മോറാണ്ടം കൊടുക്കുക എന്നുള്ളത്. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു ബില്ല് വെച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആ ബില്ലിങ്ങോട് പേ ചെയ്യൂ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ബില്ലിങ്ങോട് തന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് പേ ചെയ്യൂ, ഇങ്ങനെയൊന്നും അല്ല ഈ മെമ്മോറാണ്ടം നടക്കുന്നത്. ഈ മെമ്മോറാണ്ടത്തിന്റെ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു ജൈവികമായ പ്രക്രിയയാണ്. അവിടെ ഒരു മെമ്മോറാണ്ടത്തിൽ ഒരു പ്രൊജക്റ്റഡ് ഫിഗർ പറഞ്ഞാൽ അത് ഫീൽഡിൽ അത്രയും ചെലവ് വരുമോ, മറ്റു കാര്യങ്ങൾക്ക് എന്ത് ചെലവ് വരും, ഇത് ബാലൻസ് ചെയ്യാനാണ് കേന്ദ്രത്തിൽ നിന്നൊരു സംഘം വന്നത്. ആ സംഘം ഫീൽഡിൽ പോയിട്ടുണ്ട്. ആ സംഘത്തിന് അതിൻ്റെതായ മനസ്സിലാക്കലുണ്ട്. ആ മനസ്സിലാക്കലിന്റെ വെളിച്ചത്തിൽ അവർ കേന്ദ്ര സർക്കാരിന് ഒരു ശുപാർശ നൽകും. ആ ശുപാർശ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആത്യന്തികമായി എത്ര തുകയാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് തരിക എന്ന് തീരുമാനിക്കുന്നത്. ഈ നിധികളൊന്നും ഏതെങ്കിലും സർക്കാരിന്റെ, കേരള സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ മാത്രം ചട്ടങ്ങളിലുള്ളതല്ല. ഇത് നിയമത്തിലുള്ള നിധികളാണ്. ആ നിധികളെ നിയന്ത്രിക്കുന്നതിന് സ്റ്റാറ്റ്യൂട്ടറിയായ അധികാരമുള്ള ചില സമിതികളുണ്ട്. അതെല്ലാം ആ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ ഓഡിറ്റ്, ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ ഓഡിറ്റ് എല്ലാം AG ആണ് കാലങ്ങളായി നടത്തുന്നത്. അപ്പോ ഈ പ്രക്രിയകൾ വ്യവസ്ഥാപിതമാണ്. 2001 മുതൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ചട്ടങ്ങളാണ് CRF നോംസ് മുതൽ ഇങ്ങോട്ട് നടന്നു വരുന്നത്. മെമ്മോറാണ്ടം കൊടുക്കുന്നതിന്റെ പ്രക്രിയ ഇമീഡിയറ്റ് അസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത്, എന്തുകൊണ്ടാണ് ഈ കോസ്റ്റ് വരുന്നത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ചെലവുകൾ, ഇപ്പൊ താങ്കൾ നേരത്തെ ചർച്ചയിൽ സംസാരിക്കുന്നതായി ഞാൻ കേട്ടു, വോളണ്ടിയർമാർ വന്ന് കുറെ അധികം പ്രവർത്തനങ്ങൾ ചെയ്തു. ശരിയാണ്. സംസ്ഥാന സർക്കാർ പരിശീലിപ്പിച്ച സിവിൽ ഡിഫൻസുകാരുണ്ട്, 200 ആപദാമിത്ര വോളണ്ടിയർമാരുണ്ട്, കേന്ദ്രവും സംസ്ഥാനവും കൂടി പരിശീലിപ്പിച്ച് സർട്ടിഫൈ ചെയ്തവർ. ഈ 400 പേർ വയനാട്ടിൽ തന്നെയുണ്ട്. അപ്പോ അവരുടെ ഡിപ്ലോയ്മെന്റിനൊരു കോസ്റ്റ് ഉണ്ട്.
മറ്റ് വോളണ്ടിയർമാർ അവിടെ വരണമെന്ന് ആഗ്രഹിച്ചാൽ അവരെ മറ്റ് ജില്ലകളിൽ നിന്ന് കൊണ്ടുവരുന്നതിനൊരു കോസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് കേന്ദ്ര ഗവൺമെന്റിനോട് പറയേണ്ടത്? ഇതൊക്കെ ആരെങ്കിലും ചെയ്തുകൊള്ളും, അവർ തന്നെ വന്നുകൊള്ളും എന്നാണോ പറയേണ്ടത്? അല്ല. സ്റ്റേറ്റ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഞങ്ങൾക്ക് ഒരുപക്ഷെ ഈ ചെലവ് വന്നേക്കാം, വി ഡോണ്ട് നോ. നയൻത്തിന് ഈ കണക്കുകൾ നമ്മൾക്ക് അറിയില്ല. നമ്മൾക്ക് പറയാവുന്നത് വോളണ്ടിയർമാരെ കൊണ്ടുവന്നത് ഫയർ ആൻഡ് റെസ്ക്യൂവോ പോലീസോ ഒക്കെ ആണെങ്കിൽ നാളെ അതിനൊരു ബില്ല് ഫുട്ട് ചെയ്യേണ്ടി വരും. അത് എത്രയാണെന്ന് ഇപ്പോൾ നമ്മൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു, നിങ്ങൾ അസസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തുക തരും. ഇതിന് സമാനമായ ഒരു അവസ്ഥയും കൂടി 18 ഞാൻ പറയാം. 2018 നമ്മൾക്ക് എയർഫോഴ്സിന്റെ ചെലവുകൾ സംബന്ധിച്ച ബില്ല് വന്നത് 2019 അത് 102 കോടി രൂപയാണ്. നമ്മൾ എങ്ങനെ അറിയും 102 കോടി രൂപയുടെ ബില്ലാണോ വരുന്നത്? ഭക്ഷണത്തിന്റെ ബില്ല്, അരി കൊടുത്തതിന്റെ ബില്ല് എന്നാണ് വന്നത്? 2020 വന്നത്. അപ്പോ ഇതിനൊക്കെ ഓരോ ചട്ടക്കൂടുകളുണ്ട്. ബില്ല് പേ ചെയ്യുന്നതിനൊരു ചട്ടക്കൂടുണ്ട്. ആ പ്രക്രിയകളെല്ലാം പാലിച്ച് മാത്രമേ എക്സ്പെൻഡിച്ചർ നടക്കൂ. അപ്പോൾ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞത് തെറ്റിദ്ധാരണാജനകമാണ്, അത് കള്ളത്തരമാണ്, അത് ദുരന്ത നിവാരണ പ്രക്രിയകളോടുള്ള വളരെ മുഖം തിരിഞ്ഞൊരു സമീപനവുമാണ്. ഇത് പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പ്രതികരിക്കണമെന്ന് പറഞ്ഞത്. എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ചർച്ചയിൽ ആരും പറഞ്ഞില്ല. ബാക്കി നമ്മൾക്ക് പരിഗണനയിലുള്ളതാണ്. എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ആരും പറഞ്ഞില്ല ശേഖർ. അല്ല അതൊക്കെ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ അത് ആയിക്കോട്ടെ, ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ താങ്കൾ പറഞ്ഞു ഒരു കൺസൾട്ടേഷൻ പ്രക്രിയയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ കേന്ദ്ര പ്രതിനിധി സംഘവുമായി കൂടിയാലോചിച്ചാണോ ഈ ഹെഡുകൾ തീരുമാനിച്ചിട്ടുള്ളത്? ഈ ഹെഡിൽ ഇത്ര പെടുത്താമെന്ന് തീരുമാനിച്ചത് ഈ പറയുന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണോ? ആ ഹെഡുകളെ താങ്കൾ കണ്ടിട്ടുണ്ടോ? അല്ല, ആണോ അല്ലയോ? അല്ല, താങ്കൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. ആ ഹെഡുകളുടെ മാനദണ്ഡം എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ. ചോദിക്കുന്നതിന് മുൻപ് ഒരു പഠനം നടത്തിയിട്ട് ചോദിക്കണ്ടേ? ഞാൻ ഈ മെമ്മോറാണ്ടം വായിച്ചിട്ടുണ്ട്. ഇന്ന ഹെഡിൽ ഇത്ര തുക പെടുത്താം എന്നുള്ളത് കേന്ദ്ര സംഘവുമായി ഒരു മ്യൂച്വലായ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയതിനു ശേഷമാണോ ചർച്ചയ്ക്ക് വരരുത്? അല്ല ശ്രീ ശേഖർ, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വെച്ചൊരു പ്രൊഫഷണലിനോട് ചർച്ചയ്ക്ക് വരരുത്. ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽസ് എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യൂ. ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽസ് 10 കോടി രൂപ എന്താണ്? ഇത് കേൾക്കൂ. അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് റേറ്റ് അനുസരിച്ച് ക്ലെയിം ചെയ്യാവുന്നത്, എന്താണ് ആക്ച്വൽസ് അനുസരിച്ച് ക്ലെയിം ചെയ്യാവുന്നത്? ആ ചോദ്യമാണ് സ്പെസിഫിക് ആയി താങ്കൾ ചോദിക്കേണ്ടത്. നോംസ് മനസ്സിലാക്കാതെ ഇതിങ്ങനെ ആയിരിക്കാം എന്ന് ബ്ലെയിം ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ ഐ ആസ് എ പ്രൊഫഷണൽ വിൽ ഓൺലി റെസ്പോണ്ട് ലൈക്ക് ദിസ്. ശരി, പ്രൊഫഷണലായി ഉത്തരം പറയൂ. ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽസ് 10 CR, അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? ലെറ്റ് മീ ആസ്ക് യു, ആ മാനദണ്ഡം നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കാമോ? താങ്കൾക്ക് ആ മാനദണ്ഡം ഒന്ന് എടുത്തിട്ട് ഗൂഗിൾ ചെയ്താൽ കിട്ടും, ഒന്ന് കാണിക്കൂ. അല്ല, ഇതിപ്പോ കേരളം കൊടുത്തിരിക്കുന്ന മെമ്മോറാണ്ടമാണല്ലോ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. മുന്നിൽ വസ്തുതകളാണ് വെക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇതിന് വസ്തുത താങ്കൾ പറഞ്ഞാൽ മതി. ഭക്ഷണവും വെള്ളവും സന്നദ്ധ സേവകർക്കും ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്തതിനുള്ള 10 കോടി ആക്ച്വൽസ്. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഇത് കേൾക്കൂ. ആക്ച്വൽസ് എന്ന് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ മുകളിൽ വീടുകളുടെ കണക്കിലേക്ക് ഒന്ന് പോയി അതിന്റെ അകത്ത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കിയേ. അല്ല, അതൊക്കെ നോക്കിയിട്ടുണ്ട്. വീടുകളുടെ കാര്യത്തിൽ ഉണ്ടല്ലോ. അത് പറയൂ. ആ കാര്യത്തിൽ നോംസ് ഉണ്ടല്ലോ. ഇവിടെ പറയൂ. അല്ലല്ല, പറയൂ. അല്ല, അവിടെ നിങ്ങളുടെ എസ്റ്റിമേറ്റ് ഉണ്ട്, ആക്ച്വൽസും ഉണ്ട്, സമ്മതിച്ചു. ഇവിടുത്തെ ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽസ് 10 CR. താങ്കൾ അതിന്റെ എക്സ്പ്ലനേഷൻ പറയൂ. ഇപ്പൊ വീടിന്റെ കാര്യത്തിൽ ഇപ്പോ 1555 വീട് തകർന്നു, 482 ഭാഗികമായി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന് താങ്കൾക്ക് വളരെ സിമ്പിൾ ആയ ഉത്തരം പറയാവുന്നതല്ലേ ഉള്ളൂ. അല്ല, ആ ഉത്തരം പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ സെലക്ടീവ്നെസ്സിനെ തുറന്നു കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് വീടുകളുടെ മാനദണ്ഡം എന്താണ് എന്ന് പറയാൻ? ഒരു വീടിന് 1,30,000 രൂപ മാനദണ്ഡം ആണല്ലോ. അത് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതും ഇതും തമ്മിൽ എന്താണ് സാർ ബന്ധം? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് കൃത്യമായി സ്പെസിഫിക് ആയ ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. അതെ, ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ
ഇനി നമ്മൾക്ക് സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന കോസ്റ്റിലേക്ക് വരാം. സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന കോസ്റ്റിലേക്ക് വരാം. അവിടെയാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ഒക്കെ പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. സെർച്ച് ആൻഡ് റെസ്ക്യൂ കോസ്റ്റ് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്നാണ് മാനദണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ക്ലെയിം ചെയ്യാമെന്നാണ് മാനദണ്ഡത്തിൽ പറയുന്നത്? പറഞ്ഞോളൂ. ആക്ച്വൽസിൽ ക്ലെയിം ചെയ്യാം എന്നാണ് മാനദണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ക്ലെയിം ചെയ്തു. മനസ്സിലായോ? ഇനി അല്ല, ഇത് കേൾക്കൂ. എന്താണ് ആക്ച്വൽസ്? എന്താണ് ബില്ല് വരുമ്പോൾ, നമ്മൾക്ക് ബില്ല് വരുമ്പോൾ എന്താണോ നമ്മളുടെ കോസ്റ്റ് അത്. അതെ, അതിന്റെ മറുപടി അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. 18 പ്രളയത്തിൽ നമ്മൾക്ക് എയർഫോഴ്സിന്റെ കോസ്റ്റ് 102 കോടി രൂപ ഒരു വർഷം കഴിഞ്ഞാണ് വന്നത്. അത് വന്നപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്തതിന് നമ്മൾക്ക് ആകെ കിട്ടിയത് 70 കോടി രൂപയാണ്. നമ്മൾ 102 കോടി രൂപയുടെ ബില്ലാണ് ക്ലെയിം ചെയ്ത് വന്നത്. ആ ഡിഫറൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിന് പിന്നീട് NDRF നിന്ന് ചോദിക്കാം. കൂടുതലാണെങ്കിൽ അത് അവർ തരാൻ ബാധ്യസ്ഥരാണ്. കുറവാണെങ്കിൽ അതിൽ മറ്റ് ഹെഡുകളിലേക്ക് ഇത് ഉപയോഗപ്പെടുത്താം. കാരണം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നത് ഒരൊറ്റ നിധിയാണ്. ശരി, ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. അതായത് കേന്ദ്ര സർക്കാരിൽ നിന്ന് സാധ്യമായ പോസിബിളായ മുഴുവൻ കാര്യവും ക്ലെയിം ചെയ്തു. എത്ര എന്നുള്ളത് അവരുടെ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ തരട്ടെ. നമുക്ക് നോംസ് അനുസരിച്ച് ക്ലെയിം ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം, സാധ്യമായതിന്റെ പരമാവധി ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണോ ഇതിന്റെ സാമാന്യമായ അർത്ഥം? അത് തന്നെയാണ് കാലങ്ങളായി എല്ലാ സംസ്ഥാനവും ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ. ശരി, ടീച്ചർ വരുമ്പോൾ അത് ഞങ്ങൾ ക്ലെയിം ചെയ്യും. ഇത് കൂടുതലാണെങ്കിൽ ഇത് കൂടുതലുള്ളത് ഡിഫറൻസ് തരാൻ പറയും. ശരി, ഓക്കെ.